കൗൺസിലിങ്ങിന് വരുന്ന കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെയുള്ളവരുടെ ഒരു പ്രധാന പ്രശ്നമാണ് അമിതമായ ദേഷ്യം. എങ്ങനെയാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്? ഇതിന് സൈക്കോളജിക്കൽ ടിപ്സൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്നാലും എങ്ങനെയാണ് ഈ അമിതമായ ദേഷ്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സർവൈവൽ കുറച്ചുകൂടി എളുപ്പമാകും. നമ്മുടെ തലച്ചോറിൻ്റെ ഉൾഭാഗത്ത് 2 വശങ്ങളിലായി കാണപ്പെടുന്ന ബദാം ആകൃതിയിലുള്ള ഒരു ചെറിയ പോർഷനാണ് ഈ അമിഗ്ഡാല എന്ന് പറയുന്നത്. അതായത് അമിഗ്ഡാലയെ ഈ ഇമോഷണൽ ബ്രെയിൻ അല്ലെങ്കിൽ വികാരങ്ങളുടെ തലച്ചോറെന്നും പറയുന്നുണ്ട്. ഭയം, ദേഷ്യം തുടങ്ങിയ തീവ്രമായ വികാരങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് അമിഗ്ഡാലയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ വഴി നമുക്ക് ലഭിക്കുന്ന സംവേദനങ്ങൾ, അതായത് മണം ഒഴികെയുള്ളത് നേരെ പോകുന്നത് തലാമസിലേക്കാണ്. ബ്രെയിനിലെ ഒരു പ്രധാനപ്പെട്ട പോർഷനാണ് തലാമസ്. തലാമസ് ഈ ഡേറ്റാസ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അതായത് കൂടുതൽ വിശകലനം ചെയ്യുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും ആസൂത്രണം നടത്തുന്നതിനും ഒക്കെ ആയിട്ടാണ് അവിടെ പ്രോസസ്സ് ചെയ്യുന്ന ഡേറ്റാസ് അമിഗ്ഡാലയിലേക്ക് വരുന്നു. ഇനിയും തലാമസ് 2 രീതിയിൽ അമിഗ്ഡാലയിലേക്ക് ഡേറ്റാസ് കൈമാറ്റം ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് വഴിയും, 2 നമുക്കൊരു ആപത്ത് ഘട്ടം വരുമ്പോൾ, ഒരു ഭീഷണി ഉണ്ടാകുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ വിവരങ്ങൾ പെട്ടെന്നൊരു ക്വിക്ക് ഡിസിഷൻ എടുക്കുന്നതിനായിട്ട് ഡയറക്റ്റ് അമിഗ്ഡാലയിലേക്ക് ഈ വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡയറക്റ്റ് അമിഗ്ഡാലയിലേക്കും ഈ ഡേറ്റാസ് പോകുന്നുണ്ട്. അമിഗ്ഡാലയുടെ ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് ക്വിക്ക് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. അതായത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് അവിടെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. ഒന്നുകിൽ ആ ഘട്ടത്തിൽ നമുക്കതിന് നേരെ നിന്ന് അതിന് വെല്ലുവിളിച്ച് നേരെ നിൽക്കാം, നേരെ നിന്ന് ഫൈറ്റ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് ഓടി മാറാം, രക്ഷപ്പെടാം. ഇതാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ്. ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോൾ ബ്രെയിനിൽ 2 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, പ്രധാനമായിട്ടും അഡ്രിനാലിനും കോർട്ടിസോളും. ഈ അഡ്രിനാലിൻ നമുക്ക് ശ്വാസോച്ഛ്വാസം, ഹൃദയമിടിപ്പ് കൂട്ടുന്നു, രക്തചംക്രമണം കൂടുതൽ വേഗത്തിലാക്കുന്നു. അതുപോലെ പെട്ടെന്ന് നല്ല കാഴ്ചശക്തി കിട്ടുന്നതിനായിട്ട് കൃഷ്ണമണി നന്നായിട്ട് ഡയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീടുള്ള നമ്മുടെ ഒരു ബ്ലഡ് ഷുഗർ കൂടുതൽ വർദ്ധിപ്പിക്കും, നമുക്കൊന്ന് ഊർജ്ജം കിട്ടാനായിട്ട്. കോർട്ടിസോൾ ആകട്ടെ നമ്മുടെ ബോഡിയെ കൂടുതൽ ഊർജ്ജം നൽകി പ്രിപ്പയർഡ് ആക്കുന്നു. ഈ ഒരു അവസ്ഥയെ അമിഗ്ഡാല ഹൈജാക്ക് എന്നറിയപ്പെടുന്നു. ഉദാഹരണത്തിന് 2004 സുനാമി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സുനാമി ഉണ്ടായ ദിവസം രാത്രിയിൽ നമ്മുടെ റോഡ് വഴി ജനങ്ങൾ പരിഭ്രാന്തരായിട്ട് പോകുന്നു. അപ്പോൾ എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചപ്പോൾ സുനാമി വരുന്നുണ്ട്, അവിടുന്ന് എത്രയും പെട്ടെന്ന് സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. ഇത് കേട്ട് പരിഭ്രാന്തരായിട്ട് ഞാനും ഹസ്ബൻഡും കൈ കിട്ടിയ കാര്യങ്ങളൊക്കെ എടുത്ത് കാറിനകത്തിട്ടിട്ട് നേരെ ഒരു ലക്ഷ്യമില്ലാതെ കാർ ഓടിച്ചു പോവുക. കുറേ അങ്ങ് ചെന്നപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവരും ഉറക്കമില്ലാതെ ഇരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചർച്ച ചെയ്തു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മനസ്സൊന്ന് ശാന്തമായി. അപ്പോൾ അവിടെ നടന്ന കാര്യം എന്താണ്? പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഉടനെ അനലൈസ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കാരണങ്ങൾ എന്താണ്, ഈ ഒരു പാനിക്കായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്ന് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് അവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ അറിയിക്കുകയാണ്, അമിഗ്ഡാലയെ അറിയിക്കുകയാണ്, ജനങ്ങൾ പാനിക്കായതാണ്, അവിടെ അപകടകരമായ യാതൊരു അവസ്ഥയും ഇല്ല എന്ന് അറിയിക്കുകയാണ്. ശരിക്കും 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞങ്ങൾ ശാന്തരായി വാഹനം ഓടിച്ച് വീട്ടിലേക്ക് വന്നു. അമിതമായ ദേഷ്യം വരുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ, അമിഗ്ഡാല ഹൈജാക്ക് ഉണ്ടാകുന്നു. അതായത് ഒരു തക്കതായ കാര്യത്തിനാണ്, ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ ദേഷ്യം വരുന്നതെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. പക്ഷേ നമുക്ക് സാധാരണമെന്ന് തോന്നുന്ന പല കാര്യങ്ങളിലും ചില വ്യക്തികൾ അസാധാരണമായിട്ട് പ്രതികരിക്കുന്നു. കൈ കിട്ടുന്ന സാധനങ്ങൾ എടുത്ത് വലിച്ചെറിയുക, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ, അത് ഭർത്താവാകാം, ഭാര്യയാകാം, മക്കളാകാം, സുഹൃത്തുക്കളാകാം, അവരെ ആക്രമിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് അമിഗ്ഡാലയുടെ അമിതമായ പ്രവർത്തനം മൂലമുണ്ടാകുന്നതാണ്. അതായത് നിസ്സാരമായ കാര്യങ്ങളെപ്പോലും അപകടകരം എന്ന് തോന്നിപ്പിക്കുന്നു ഈ അമിഗ്ഡാലയുടെ അമിത പ്രവർത്തനം. ഇതിന് നമുക്ക് പരിഹാര മാർഗങ്ങളുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിന് ഈ അമിതമായ ദേഷ്യം കാരണം ഒരു ഉപദേശം കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഈ പ്രോസസ്സെല്ലാം ഒന്ന് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ അവരെന്നെ വിളിച്ച് പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് ദേഷ്യം വരുമ്പോൾ മായ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ ഓർമ്മിക്കും പെട്ടെന്ന് ആ ഒരു സമയത്ത്. അപ്പോൾ ഞാൻ ചിരിക്കാറുണ്ട്. ഓക്കെ, അത് മതി. കാരണം നമുക്ക് ഒരു അമിതമായി ദേഷ്യം വരുന്നെന്ന് തോന്നുന്ന ഒരു ടൈമിൽ ഒരു 6-7 സെക്കൻഡ് നമ്മുടെ ശ്രദ്ധ ഒന്ന് മാറിയാൽ മതി. വേറെ ഏതിലേക്കെങ്കിലും ഒന്ന് ശ്രദ്ധ മാറ്റി കഴിയുമ്പോഴേക്കും അവിടെ അമിഗ്ഡാല ഹൈജാക്കിനുള്ള ചാൻസ് കുറയുന്നു. അതൊരു നല്ല പരിഹാര മാർഗ്ഗമാണ്. നെക്സ്റ്റ്, നമുക്ക് അമിതമായ ദേഷ്യം ഉണ്ടാകാനുള്ള കാരണം അത് ചിലപ്പോൾ ഒരു വ്യക്തിയാകാം, ഒരു സംഭവമാകാം, സാഹചര്യമാകാം. ഈ സാഹചര്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ മനഃപൂർവ്വം തന്നെ നമുക്കൊരു കോൺഷ്യസ് അവയർനെസ് അവിടെ കൊണ്ടുവരാം. നമുക്ക് ഈ ഒരു സ്റ്റേജിലേക്ക്, ഈ ഒരു കോപം വരുന്ന സ്റ്റേജിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ള ഒരു അവയർനെസ് അവിടെ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ബോൾ ശരിക്കും അമിഗ്ഡാലയുടെ കോർട്ടിൽ നിന്നും പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ കോർട്ടിലേക്ക് പോകുന്നു.
അവിടെ ഒരു റീസണിങ് നടക്കുന്നു. അമിഗ്ഡാല ഹൈജാക്ക് ഒഴിവാക്കിക്കൊണ്ട് ഒരു യുക്തിഭദ്രമായി ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എപ്പോഴും മൈൻഡ്ഫുള്ളായി ജീവിക്കുക. അതായത് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസാണ് നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫലപ്രദമായ മാർഗം. അതുകൊണ്ട് മൈൻഡ്ഫുള്ളായിട്ട് ജീവിക്കുക. നല്ല ഉറക്കവും ന്യൂട്രീഷ്യസ് ഫുഡും അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുന്നതും തലച്ചോറിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് കാരണമാകും. 1500 ഗ്രാം പരമാവധി തൂക്കം വരുന്ന നമ്മുടെ മസ്തിഷ്കം അതിനെ നിധി പോലെ കാത്തു സൂക്ഷിക്കുക. സീറ്റ് ബെൽറ്റും ഹെൽമറ്റും യാത്രയിൽ നിർബന്ധമായും ധരിക്കുക. അതുപോലെ മറ്റുള്ളവരോടുള്ള പ്രശ്നങ്ങൾ കാരണം സ്വയം പണിഷ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അത് സ്വന്തമായി തലയ്ക്കടിക്കുക അല്ലെങ്കിൽ ഭിത്തിയിൽ തലയടിക്കുക, ഇതൊക്കെ പരമാവധി ഒഴിവാക്കുക. ഓർക്കുക, നമ്മുടെ മസ്തിഷ്കം അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ ലോകവും നമ്മളുമായിട്ടുള്ള ഒരു ബന്ധം തന്നെ ഇല്ലാതാകുകയാണ്. ശ്വാസോച്ഛ്വാസമുണ്ടെന്ന് മാത്രം. ഒരു കോമ സ്റ്റേജിലൊക്കെ നമ്മൾ കിടക്കേണ്ട ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പഞ്ചേന്ദ്രിയങ്ങളും തലച്ചോറിനുള്ളിലെ തലാമസ്, അതുപോലെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, അമിഗ്ഡാല, ഇതിൻ്റെ എല്ലാം പ്രോസസ്സിങ്ങിൽ എവിടെയെങ്കിലും ഒരു അബ്നോർമാലിറ്റി വരുമ്പോഴാണ് PTSD പോലെ, അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ അമിഗ്ഡാലയിലും ഒക്കെ ഉണ്ടാകുന്ന അമിതമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അതിന് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അതായത് MRI, PET സ്കാനുകൾ, EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം, അതുപോലെ MEG തുടങ്ങിയ ടെസ്റ്റുകളെല്ലാം അവൈലബിൾ ആണ്. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചാൽ തന്നെ അമിതമായ ദേഷ്യം ഒഴിവാക്കി നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാം.